ഹണ്ടർ എന്ന ഒരു മനോഹരമായ ഗ്രാമത്തിലാണ്. ഇവിടെ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള ഒരു 85 കിലോമീറ്റർ ദൂരെ തുർത്തുക്ക് എന്നൊരു മനോഹരമായ ഒരു സ്ഥലമുണ്ട്. പാകിസ്ഥാന്റെ അതിർത്തിയിൽ പെടുന്ന ഒരു സ്ഥലമാണ്. LOC ഒക്കെ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ വിസിറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. പിന്നെ ഇവിടെ മെയിനായിട്ട് എന്താ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്രോളൊക്കെ ലഭിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ പെട്രോൾ പമ്പ് ആകെ ഒരു പെട്രോൾ പമ്പാണുള്ളത്. ഇപ്പോൾ നിങ്ങൾ മോസ്റ്റ്ലി ഇങ്ങോട്ട് ഹണ്ടറിലൊക്കെ വരുവാണെങ്കിൽ ആ പെട്രോൾ പമ്പ് മാക്സിമം ഫുൾ ടാങ്ക് വണ്ടിയിലൊക്കെ ഫുൾ ടാങ്ക് ആക്കി കന്നാസിലൊക്കെ നിറച്ച് വെക്കുകയാണ് മോസ്റ്റ്ലി എല്ലാവരും ചെയ്യാറ് ഇവിടെ. നോർമൽ ഇതൊക്കെ ഇത്തിരി എങ്ങനെ ആക്കണ്ടേ? ചാത്തോ വണ്ടിയുടെ ചാവി അവന്റെ കരിയൊന്ന് വലിച്ചു കൊടുത്താക്കുന്നത്. അടിപൊളി. ഫ്രണ്ട് നല്ല എടുത്ത ഈ അവസരം എന്താടാ ആവട്ടായിരിക്കും. ഇതെന്താണെങ്കിൽ തിരിക്കുന്നില്ലാത്ത എടാ എനിക്ക് ഇങ്ങോട്ട് പോകട്ടെ. കുറച്ച് മുന്നോട്ട് ഇവിടുത്തെ ടൗൺ ഇതിപ്പോ നമ്മൾ ആ ഇന്ത്യയിലേക്ക് വന്നല്ലേ. എന്നാ വിട്, അറിയെങ്കിലും വിട്. പിന്നെ അങ്ങനത്തെ തിരിച്ചറിയില്ല, പെട്രോൾ ഇല്ലാത്ത തുർത്തുക്ക്. അവന് വേണ്ടിയിട്ടാണ് അവർ സൈഡാക്കിയത്. നീ എങ്ങോട്ടാണ് പോകുന്നത്? വീടണോ Up late, missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan, chasing vibes like seashells in the sand. Radio hums a tune I can't name, crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. Today's for us, no time to lag. Feel the world just turning slow.
us where to go. Every step a beat we can make. Life's a tune, sing it till we break. Concrete warm under my bare feet. Crowds moving like a heartbeat. Skipping stones in city streams we find. Let's write a new story, leave the old behind. Someone's cooking love in the air, I swear. Every spark in their voices shows they care. Colors splash like secrets on these walls, while laughter echoes through the halls. നമ്മളിപ്പോൾ തുർത്തുക്ക് ഭാഗത്തേക്ക് പോവുകയാണ്. ഈ ഭാഗത്തുള്ള റോഡൊക്കെ നിങ്ങൾ കാണാൻ പറ്റും, വളരെ മികച്ച റോഡുകളാണ്. പിന്നെ ഒരു കാരണം ഇവിടെ മഞ്ഞുമലകൾ വളരെ കുറവാണ്, അതുകൊണ്ട് വെള്ളമൊഴുകി റോഡ് കേടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇവിടെ. നമ്മൾ മുമ്പേ കർദുംഗ്ല ഭാഗത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും റോഡൊക്കെ വളരെ മോശമാണ്. കാരണം അവിടെ മഞ്ഞുമലകളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോയി റോഡുകൾ കേടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ അവര് മാക്സിമം ഒന്നും ചെയ്യാറില്ല, അറ്റകുറ്റപ്പണിയൊന്നും ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, പുതിയതായി ടാർ ചെയ്തിട്ട് റോഡൊക്കെ വളരെ മികച്ച രീതിയിൽ ഇവര് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നുണ്ട്. തുർത്തുക്ക് ഭാഗത്തേക്ക് പോകാൻ ഇവിടെ നിന്നും അനുമതി വാങ്ങണം. നമ്മൾ ഓൾറെഡി പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ അത് സബ്മിറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ സെൻസിറ്റീവ് പ്രദേശമാണ്, LOC ഒക്കെ കടന്നു പോകുന്ന ഏരിയ കൂടിയാണ് ഇത്. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ എല്ലാം ഇവിടെ സബ്മിറ്റ് ചെയ്യണം.
കല്ല് തട്ടിയോ അതിന്റെ അടിയിൽ ആണല്ലേ? എനിക്കറിയില്ല, തെറിച്ച് അടി തട്ടിയാണ്. 2 പേരുള്ളതുകൊണ്ടാ. അപ്പൊ ബോർഡറിന് മുള്ളുണ്ടേ, ബാക്കി മാത്രം ബോർഡറിലേക്ക് ദൂരെയാ മതി. EPL ഒന്നും ഓഗസ്റ്റ് 1 ഇല്ല. പോയിട്ട് സമയം ടീം ഉണ്ടാക്കും. ഈ ഊതാ സ്പെഷ്യലാന്ന് പറയടാ. എന്താണ്? ആ വാ, പൊടി വയ്ക്കടാ. അയ്യോ, കരിപ്പായി 3 വെച്ചൊക്കെ റെക്കോർഡായിട്ടുണ്ട്. എടാ എന്റെ 2 കുറ്റി കിട്ടോ? 3 ഉണ്ട്. 3 ഇടയ്ക്ക് 2 കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡിന്റെ കണ്ടീഷനൊക്കെ ഇപ്പോൾ വളരെ മോശമാണ്. മുന്നേ നമ്മൾ യാത്ര ചെയ്ത റോഡ് പോലെയല്ല ഇത്. കുറച്ച് ഓഫ് റോഡ് അനുഭവം തരുന്ന റോഡുകളാണ്. മാക്സിമം ഇവിടെ വീടുകളൊക്കെ വിരലെണ്ണാവുന്ന വീടുകൾ മാത്രമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അതൊരു കാരണമാകാം. പിന്നെ ഇവിടെ LOC ആണ്. ഇവിടെ അങ്ങനെ റോഡ് അധികം ആൾക്കാർ യാത്ര ചെയ്യാത്ത ഒരു കാരണവും ഉണ്ടാവാം. അവർ റോഡ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് താങ് എന്ന ഇന്ത്യയുടെ അവസാനത്തെ ഗ്രാമത്തിലാണ്. ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്ന അവസാനത്തെ ഗ്രാമം. ഇവിടെ നിന്നും LOC നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മുന്നിലൂടെ LOC കടന്നു പോകുന്നത് കാണാൻ പറ്റും. ഇവിടെ ബൈനോക്കുലർ എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ആർമി ക്യാമ്പുണ്ട് ഇവിടെ. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ചെക്ക് പോസ്റ്റ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയുടെ അവസാനത്തെ ഗ്രാമം താങ്. आपका भी है। उधर जो 2 बसें गई हैं, बच्चे हैं उधर क्या कर रहे हैं? आ रहे हैं ना और जूम करके ही हो गई सर उधर वाली। ये मालिक पाकिस्तान